രേവതി നക്ഷത്രക്കാരും രേവതി നക്ഷത്രക്കാരെ ഏറെ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകുന്നതാണ് ഉചിതം. കാരണം രേവതി നക്ഷത്രക്കാരുടെ കുറച്ച് ഗുണവശങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രയാസങ്ങൾക്കുള്ള പരിഹാരങ്ങളും അവർ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ രേവതി നക്ഷത്രക്കാരെക്കുറിച്ച് നല്ലതായ രീതിയിൽ പറയുന്ന ഈ വീഡിയോ ചിലപ്പോൾ രേവതി നക്ഷത്രക്കാരുടെ ശത്രുക്കൾക്ക് ഇഷ്ടമായില്ല എന്ന് വന്നേക്കാം. അതിപ്പോൾ ഒരു കുടുംബത്തിനകത്ത് തന്നെ ശത്രുക്കളായിട്ട് കഴിയുന്നവരുണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശത്രുത, സഹോദരങ്ങൾ തമ്മിലുള്ള ശത്രുത. അപ്പോൾ ഇവർക്കെല്ലാം നക്ഷത്രങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് രേവതി നക്ഷത്രക്കാരനെ അല്ലെങ്കിൽ നക്ഷത്രക്കാരിയെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഏറെ ഉചിതം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അഭിപ്രായങ്ങളോട് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രത്യേകതകളും മറ്റു നക്ഷത്രക്കാരിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്ന ചില സ്വഭാവ സവിശേഷതകളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. കാരണം ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയച്ചു നൽകുന്നത്. അതുകൊണ്ട് അതൊന്ന് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറെ ഉത്തമമായിരിക്കും. ജീവിതത്തിൽ ഗുണപ്രദമായിട്ടുള്ള ഒട്ടേറെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ ഇത് കാരണമാവുകയും ചെയ്യും. രേവതി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളിൽ എടുത്തു പറയേണ്ട കാര്യം അവരുടെ സഹൃദയത്വവും ഒപ്പം തന്നെ കലാവാസനയാണ്. എല്ലാവരോടും നല്ലതായിട്ട് ഇടപഴകുവാൻ രേവതി നക്ഷത്രക്കാർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ശത്രുവായിട്ടിരുന്ന ഒരാൾ പിന്നീട് വന്ന് സംസാരിക്കേണ്ടുന്ന ഒരു അവസരം വന്നാൽ പോലും ഇവർ ആ പഴയ വൈരം വച്ചിട്ട്, ആ വൈരാഗ്യം വച്ചിട്ടൊന്നും അങ്ങനെ പ്രതികരിക്കില്ല. അയാളുടെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ മാന്യതയോടുകൂടി പ്രതികരിക്കാനായിരിക്കും രേവതി നക്ഷത്രക്കാർ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അത് ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റ് കൂട്ടുന്ന ഘടകമാണ്. രണ്ടാമത്തെ കാര്യം അളവിൽ കവിഞ്ഞ ബുദ്ധിസാമർഥ്യം എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് തന്നെ ആവട്ടെ, അത് കുറഞ്ഞ നിലയിലോ കൂടിയ നിലയിലോ, അത് വച്ചിട്ട് ഇവരുടെ ബുദ്ധി സാമർഥ്യത്തെ അളക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു മേഖലയിൽ ചെന്നാലും തങ്ങളുടെ വിശേഷപരമായിട്ടുള്ള ബുദ്ധിയെ ഉപയോഗിച്ച് ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഇവർക്ക് കഴിയുന്നതാണ്. ചിലപ്പോൾ ആൾക്കാർ പറയും, ഇവനെ കൊണ്ട് അതിൽ ആ മേഖലയെ കഴിവില്ല, അല്ലെങ്കിൽ ശ്രമിച്ചാൽ നടക്കില്ല എന്നൊക്കെ പറയുന്ന മേഖലയിൽ പിന്നീട് ഇവർ വിജയിച്ച് വെണ്ണിക്കൊടി നാട്ടുന്നത് പലപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ്. രേവതി നക്ഷത്രക്കാർ തങ്ങളുടെ ബുദ്ധി ഒറ്റയടിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് നിരീക്ഷണം നടത്തി അതിൽ കൂടുതലായിട്ട് പഠിച്ച് പിന്നെ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള നിരീക്ഷണ സ്വഭാവമുള്ള ബുദ്ധിക്കുടമകളാണ്. അല്ല ഒരു കാഴ്ച കണ്ട് ഒരു കുറേ ഗണിതങ്ങളൊക്കെ വച്ചിട്ട് ഗണിച്ച് കൂട്ടി പറയുന്ന ആ ഒരു തരത്തിലുള്ള ബുദ്ധിയായിട്ട് ഇതിനെ കണക്കൂട്ടല്ല. അക്കാദമിക് ലെവലല്ല, പ്രായോഗിക ബുദ്ധിക്കാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അക്കാദമിക് നിലവാരവും കൂടിയവരുണ്ട് കേട്ടോ ഇതിൽ, അതിലും തർക്കമില്ലാത്ത കാര്യമാണ്. ഒരുപാട് പ്രശസ്തരും വളരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഒട്ടേറെ രേവതി നക്ഷത്രക്കാരുണ്ട്. വിദ്യാഭ്യാസ മികവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരുണ്ട്. ഞാനിവിടെ പറഞ്ഞത് സാമാന്യമായ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരിൽ പോലും അതീവമായ ബുദ്ധിവിശേഷം കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇത് ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റു കൂട്ടുന്ന കാര്യവുമാണ്. മൂന്നാമത്തെ കാര്യം ശുചിത്വമുള്ളവർ എന്നാണ്. രേവതി നക്ഷത്രക്കാരിൽ വൃത്തിയും വെടുപ്പും ഇല്ലാതെ നടക്കുന്ന ആൾക്കാരെ വിരലിൽ എണ്ണാവുന്നവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബഹുഭൂരിപക്ഷം രേവതി നക്ഷത്രക്കാരും വേണമെങ്കിൽ ഒരു 99% പേരും നല്ല വൃത്തി വെടിപ്പോടുകൂടി നടക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരിനി ചെളിക്കുഴിയിലാണ് പണിയെടുക്കുന്നതെങ്കിൽ, ചെളിക്കുഴി പണിയെടുക്കുമ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ചേറൊക്കെ തെറിക്കുമല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ അഴുക്കൊക്കെ നീക്കി കുളിച്ച് വൃത്തിയായിട്ട് അവർ പോകുന്ന കണ്ടാൽ എന്ത് ഭംഗിയായിരിക്കുന്നോ. ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് സഹകരിച്ച് ഒരു കുടുംബ ജീവിതത്തിലൊക്കെ കഴിഞ്ഞു വന്നവർക്ക് ഇവരുടെ വൃത്തിയെക്കുറിച്ച് വളരെ അഭിമാനബോധമായിരിക്കും. നാലാമത്തെ കാര്യം ഏത് വിഷയത്തെയും തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നവർ എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ വാഗ്വിലാസമുണ്ട്. ഒരു വിഷയത്തെ നന്നായി മനസ്സിലാക്കി അതിന്മേൽ നടപടിയെടുക്കാനുള്ള കഴിവുണ്ട്. എപ്പോഴും നിരീക്ഷണ പാടവം ഇവർ പുലർത്തുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന
മാറ്റങ്ങൾ, വാർത്തകൾ, എല്ലാ കാര്യങ്ങളും ഇവർ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നാലാൾ കൂടുന്നിടത്ത് എന്ത് ചർച്ച വന്നാലും അവിടെ നടക്കുന്ന ആ ചർച്ചയിൽ തങ്ങളുടേതായ അഭിപ്രായം പറയാൻ കഴിയും. ചില വ്യക്തികൾക്കാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഒറ്റ കാര്യം അറിഞ്ഞുകൂടാ, വീട്ടിൽ നടക്കുന്ന ഒറ്റ കാര്യം അറിയില്ല. ജോലി ചെയ്യുന്നിടത്ത് ചില കാര്യങ്ങൾ ചിലപ്പോൾ അതൊക്കെ അറിയാമായിരിക്കും, വേറെ ഒന്നും ഇവർ ശ്രദ്ധിക്കില്ല. പക്ഷെ രേവതി നക്ഷത്രക്കാരങ്ങനെയല്ല. അവർ ചുറ്റുപാടുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയം, കല, സാംസ്കാരികം എന്ന് വേണ്ട എല്ലാ മേഖലയിലുമുള്ള വലിയതായിട്ടുള്ള അറിവല്ലെങ്കിലും ചെറുതായിട്ടുള്ള ജ്ഞാനം ഇവർ സമ്പാദിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരടുത്ത് ഇടപഴകി സംസാരിക്കുമ്പോഴൊക്കെ വിഷയദാരിദ്ര്യം ഇവർ നേരിടില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു മേഖലയിലും ഇവർക്ക് സ്വീകാര്യത കൂടിയിരിക്കും. അഞ്ചാമത്തെ കാര്യം, രഹസ്യം അധിക നാൾ സൂക്ഷിച്ചു വയ്ക്കുകയില്ല എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരടുത്ത് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ അത് വിഡ്ഢിത്തം എന്നാണ് പറയേണ്ടത്. കാര്യം രേവതി നക്ഷത്രക്കാരുടെ രഹസ്യം ഏൽപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതത്ര സേഫായിട്ടിരിക്കില്ല. അറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ ലീക്കായി പോകും. അതിൻ്റെ ബാലും തുമ്പും ആദ്യം ലീക്കാവും, പിന്നെ നടുക്കുള്ള ഭാഗം ലീക്കാവും, പിന്നെ ഫുള്ളായിട്ട് ലീക്കാവും. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇവർക്ക് സംസാരിക്കുന്നതിൽ ചിലപ്പോൾ ചില നേരത്ത് ഓവറായിപ്പോവും. സംസാരിച്ച് ഈ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ ആരുടെങ്കിലും അറിയാതെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അധികം രഹസ്യങ്ങളുള്ള ആൾക്കാരും ആയിരിക്കില്ല രേവതി നക്ഷത്രക്കാർ. ചില നക്ഷത്രക്കാരുണ്ട് ഉള്ളിലൊന്ന് പുറത്ത് വേറൊന്ന് എന്നുള്ള രീതിയിൽ നടക്കുന്നത്. പക്ഷേ രേവതി നക്ഷത്രക്കാർക്ക് അങ്ങനെ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് രീതിയിൽ പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിച്ച് നടക്കാനൊന്നും കഴിയില്ല. അവരുടെ മനസ്സിലെന്തുണ്ട് അത് മുഖത്ത് തെളിഞ്ഞ് കാണും. ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി പെരുമാറും, പിന്നെ ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടി പെരുമാറും. കബളിപ്പിക്കലുകളോ കള്ളത്തരമൊന്നും ഇവിടെ ഇല്ല. അത് നല്ലൊരു ശീലം തന്നെയാണ്. പക്ഷേ രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ രേവതി നക്ഷത്രക്കാരുമായിട്ട് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. അവസാനം അവരുടെ കയ്യിൽ നിന്ന് ഈ രഹസ്യം പുറത്തു പോയിട്ട് അവരെ കുറ്റം പറയരുത്. കാര്യം അവരുടെ കയ്യിൽ അവരുടെ പ്രകൃതം അങ്ങനെയാണ്. അപൂർവം ചിലരിൽ മാത്രമാണ് കുറച്ചെങ്കിലും രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് ഉണ്ടാവുക എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക. ആറാമത്തെ കാര്യം, അഹങ്കാരികളെന്ന് തോന്നും പക്ഷേ സൗമ്യശീലരാണ് എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരുടെ നടപ്പും ഇരിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തോ വലിയ അഹങ്കാരമുള്ളവരാണ്, എല്ലാവരെയും ചെറുതായി കാണുന്നവരാണ്, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് കൂട്ടുകൂടാൻ കൊള്ളില്ല, സഹകരിക്കാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള ഒരു ബോധം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടായി വരും. എന്നാൽ വളരെ ശുദ്ധരായിട്ടുള്ള മനുഷ്യരാണെന്ന് ഇവർ പാവത്തുങ്ങളാണ്. ഈ കാണുന്ന മട്ടും ഭാവവും ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് ചിരിക്കാനുള്ളൊരു മടിയോ അല്ലെങ്കിൽ കയറി ഇടപെട്ട് സംസാരിക്കാനുള്ള മടിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇവരൊരു അഹങ്കാരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല, ഇവരുടെ ചിന്തകളി പോലും അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാവം ഇല്ല. ഇവരിച്ചിരി ഉൾവലിയുന്ന ഒരു പ്രകൃതം കാണിക്കുന്നതാണ്. എല്ലാത്തിൽ നിന്നൊന്ന് പിൻവലിഞ്ഞിരിക്കുക, ഒന്ന് അവരുടെ അടുത്ത് ഒന്ന് ഇടപഴകി നോക്കും. എന്ത് ശുദ്ധതയോടു കൂടിയാണ് ഇവർ നമ്മളടുത്ത് സംസാരിക്കാറുള്ളത്, എന്ത് സഹൃദയത്വമാണ് ഇവർക്കുള്ളത്, അപ്പോഴായിരിക്കും ബോധ്യമാകുക. അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാരായിട്ടുള്ള ഒരാൾ നിങ്ങളിപ്പോൾ കരുതി വെച്ചേക്കുകയാണ് ഇദ്ദേഹത്തിന് അഹങ്കാരമുണ്ട്, നമ്മളത് സംസാരിച്ച് കഴിഞ്ഞാൽ മിണ്ടില്ല എന്നൊക്കെ നിങ്ങൾ കരുതി വെച്ചേക്കുകയാണെങ്കിൽ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ കേട്ടോ. ഏഴാമത്തെ കാര്യം, പെട്ടെന്ന് കോപിക്കുന്നവർ എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരുടെ കോപവും ഇടിമിന്നലും ഏകദേശം ഒരുപോലെയാണെന്ന് പറയാം. പെട്ടെന്നാണ് മഴക്കാർ വന്നിരുന്നത്, ഇടിമിന്നലുണ്ടാകുന്നത്. അതുപോലെ ചില വിഷയങ്ങളിന്മേൽ ഒരു ഓവറായിട്ട് ദേഷ്യം പ്രകടിപ്പിച്ചെന്ന് വരും. അത് ചെറിയ നിസ്സാരമായ കാര്യത്തിന്, എന്നാൽ പെട്ടെന്ന് അത് മാറും. പക്ഷേ ആ കോപം വരുന്ന സമയത്ത് അവരുമായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്ന ആളിന് ചിലപ്പം വലിയ തോതിലുള്ള ശകാരങ്ങളോ മറ്റോ കേൾക്കേണ്ടിയും വന്നേക്കാം. കുടുംബത്തിൽ ഒരു രേവതി നക്ഷത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു പെട്ടെന്നായിരിക്കും കോപിക്കുന്നത്. ഈ ക്ഷിപ്രകോപം ആർക്കും അത്ര നല്ലതല്ല. ക്ഷിപ്രകോപം കൊണ്ട് പെട്ടെന്ന് പറയുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വീണിട്ടുണ്ട്. നമുക്ക് ദേഷ്യപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് പറഞ്ഞു, നമ്മൾ അപ്പോഴത്തെ ജയത്തിന് വേണ്ടി, അപ്പോഴത്തെ മനസ്സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. പക്ഷേ ഇത് കേൾക്കുന്ന ആളിനെ ഇത് നിങ്ങൾ ഒരു പാപമാണെന്നോ മറ്റുള്ള ബോധ്യം ഇല്ലെങ്കിൽ, പെട്ടെന്നുള്ള ദേഷ്യത്തിനാണ് ഇത് പറഞ്ഞു പോയത്, ഇത് കുറച്ച് കഴിയുമ്പോൾ തണുക്കും എന്നുള്ളൊരു ബോധ്യമൊന്നും ഇല്ലെങ്കിൽ ഒരു ബന്ധം അവിടെ തകരുകയായിരിക്കും. ചിലപ്പോൾ അങ്ങനെ തകരുന്ന ചില ബന്ധങ്ങൾ പിന്നെ ഒരിക്കലും കൂട്ടിയിണക്കാനും പറ്റിയെന്ന് വരില്ല. രേവതി നക്ഷത്രക്കാർ അനാവശ്യമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവർക്ക് എന്നെന്നും തുണയാകേണ്ടുന്ന, വ്യക്തിബന്ധത്തിൽ എന്നും മാറ്റുകൂട്ടേണ്ടുന്ന
പലരെയും അകറ്റി വിട്ടിട്ടുണ്ട്. അവരുടെ ജീവിതകാലം ഒന്ന് നോക്കിയാൽ അറിയാം. ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ പശ്ചാത്താപിക്കുന്ന വ്യക്തികളും ഉണ്ടാവും, പശ്ചാത്താപിക്കാത്ത രേവതി നക്ഷത്രക്കാരും ഉണ്ടാവും. കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ മാറ്ററിഞ്ഞുകൂടാതെ. എന്തായാലും ക്ഷിപ്രകോപം എന്ന് പറയുന്ന പെട്ടെന്നുള്ള ഈ കോപം നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ചില അനുഭവങ്ങളെ സമ്മാനിച്ചേക്കും. എട്ടാമത്തെ കാര്യം, ആര് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കാര്യത്തിന് പ്രത്യേക പരിഗണന എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാർ ഒരു വിഷയത്തിന് മേൽ അഭിപ്രായം രൂപീകരിക്കുന്നത് പെട്ടെന്നാണ്. അതായത് ഇന്നതുപോലെയാണ് കാര്യങ്ങൾ, ഇതിങ്ങനെയാണ് നടന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇവരൊരു അനുമാനം വയ്ക്കും. ഈ അനുമാനം സാധാരണ എല്ലാവരിലും ഉള്ളത് തന്നെയാണ്. പക്ഷേ രേവതി നക്ഷത്രക്കാർക്കുള്ള ഈ അനുമാനത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ താൻ രൂപീകരിച്ച ഈ അനുമാനത്തിൽ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയല്ല സംഭവം നടന്നത്, ഇങ്ങനെയാണ് നടന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രേവതി നക്ഷത്രക്കാർക്ക് അത്രയ്ക്ക് പെട്ടെന്ന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം ഇവർ ചിന്തിച്ചു കൂട്ടിയതിനെ ഇവർ ഉള്ളിൽ തന്നെ അങ്ങനെ മേൽപന്തിയിൽ അങ്ങ് നിർത്തിയേക്കും. പിന്നെ ആരൊക്കെ എന്ത് പറഞ്ഞാലും അത് അടിയിലോട്ടേ പോവുള്ളൂ. തൻ്റെ വാദത്തിനായിരിക്കും ഇവർ പൂർണ്ണ ബലം കൊടുക്കുക. അതുകൊണ്ട് തന്നെ ചില വ്യക്തികളെയൊക്കെ തെറ്റിദ്ധരിക്കാനും ഇത് കാരണമാകും. ചിലപ്പം ചില സംശയരോഗം പോലുള്ള കാര്യങ്ങൾ പോലും ഉടലെടുക്കാൻ ഇതൊരു കാരണമാകും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്ന രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എടുത്തു നോക്കുമ്പം ഇവരൊരു അഭിപ്രായം രൂപീകരിക്കുകയും ഇതുപോലെയാണ് എൻ്റെ പങ്കാളി എന്ന് ധരിച്ചു വയ്ക്കുകയും ചെയ്തതാണ്. ഇതൊരു തെറ്റായ പ്രവണതയാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ അഭിപ്രായം നമുക്ക് രൂപീകരിക്കാമെങ്കിലും ഇതിലെന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കിങ്ങുകൾ നല്ലതായിരിക്കും. എങ്കിലേ മാത്രമേ ജീവിതത്തിൽ എല്ലാം ഉൾക്കൊള്ളാനും അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിണമിപ്പിക്കാനും സാധിക്കൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് അതുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ കഴിയുക. ഒൻപതാമത്തെ കാര്യം ഈശ്വരഭക്തി എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരെ അടുത്തറിയുന്നവർ, പ്രത്യേകിച്ച് ആണുങ്ങളെ അടുത്തറിയുന്നവർ പറയും ഇവർക്ക് ഇച്ചിരി ഭക്തി കുറവാണ്. ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഭക്തി കുറവാണ് എന്ന് പറയും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ സ്ത്രീകളെക്കുറിച്ച് മറ്റുള്ളവർ പറയും അവർക്ക് നല്ല ഭക്തിയുണ്ട്, അവൾ നല്ല ഭക്തിയുള്ളവളാണ് എന്ന് പറയുകയും ചെയ്യും. പുരുഷന്മാരുടെയും സ്ത്രീകളുടെ ഇതിൽ ഭക്തിയിലെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് സ്ത്രീകൾ പൊതുവിൽ ഭക്തിയെ നല്ല പ്രദർശിപ്പിച്ച് തന്നെ തങ്ങളുടെ ഉള്ളിലുള്ള ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുരുഷന്മാർക്ക് പലപ്പോഴും തങ്ങളുടെ ഭക്തിയെ അത് പ്രദർശിപ്പിക്കുന്നതിൽ എന്തൊരു നാണമോ മടിയോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ലതായ ഈശ്വരീയ ചിന്തകളുണ്ടെങ്കിലും ക്ഷേത്രത്തെ ദർശിക്കുന്നതിൻ്റെ അളവ് കുറയും. ക്ഷേത്രത്തെ ദർശിച്ചാൽ തന്നെ പെട്ടെന്നൊരു ഓട്ടപ്രദക്ഷിണം പോലുള്ള ഒരു ദർശനമൊക്കെ നടത്തി അങ്ങ് പോകുന്ന ഒരു സമ്പ്രദായമൊക്കെ ഒരു 80% രേവതി നക്ഷത്രക്കാരിൽ കാണാറുണ്ട്. എന്നാൽ തങ്ങളുടെ ഈ ഒരു പ്രശ്നത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള രേവതി നക്ഷത്ര ജാതകർ ക്ഷേത്രവിശ്വാസത്തിൽ കൂടുതൽ വ്യാപൃതരാകുകയും അവർ മറ്റുള്ളവരെ പോലെ തന്നെ അടിയുറച്ച് വിശ്വസിക്കുക, തങ്ങളുടേതായ കാര്യങ്ങൾക്ക് മറയില്ലാതെ ക്ഷേത്രവിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ രേവതി നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ ഇച്ചിരി പോയില്ല, അല്ലെങ്കിൽ ക്ഷേത്രകാര്യങ്ങൾ വലിയ താല്പര്യം കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലുള്ളവരോ മറ്റോ സുഹൃത്തുക്കളോ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവരുടെ ഉള്ളിൽ അടിയുറച്ച ഈശ്വര വിശ്വാസമുണ്ട്. ഇവർക്ക് ഈ പ്രദർശനാത്മകത കുറവ് എന്നുള്ളതേ ഉള്ളൂ. 10ാമത്തെ കാര്യം, നിസ്സാര കാര്യങ്ങളിൽ പോലും ടെൻഷൻ എന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരിൽ എടുത്ത് നോക്കുമ്പോൾ പലരിലും ടെൻഷൻ കൂടുതലുള്ളതായിട്ട് കാണാം. കാരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഇവർ ദീർഘമായിട്ട് ചിന്തിക്കാറുണ്ട്. എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ നിസ്സാരമായ ചില കാര്യങ്ങൾ വരുമ്പോഴേ അതിനെ തീവ്രമായി ചിന്തിച്ച് മനസ്വസ്ഥതയെ കെടുത്തുന്ന ഒരു പ്രകൃതം പലരിലും കണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ അതൊരു സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയ രോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം. പക്ഷെ ഇവർ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പീക്കിലുള്ള കാര്യമായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. തൻ്റെ ജീവിതത്തെ തന്നെ ഈ ഒരു വിഷയം കടപുഴക്കി കളയും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചേക്കും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല പലപ്പോഴും. ഇനി ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാനുള്ള പോംവഴികളെക്കുറിച്ചല്ലേ നമ്മൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ല ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? നമുക്ക് കുറച്ച് ഹാർട്ട് ബീറ്റ് കൂട്ടാം, BP കൂട്ടാം, ചില രോഗാവസ്ഥകളെ കൂട്ടാം എന്നൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിസ്സാരമായ കാര്യത്തെ അതിൻ്റെ വഴിക്ക് വിടുക. സീരിയസ് ആയിട്ട് വരുന്ന കാര്യത്തെയാണെങ്കിൽ നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ കൊള്ളുന്നത് നല്ലത് തന്നെ. ചില വിഷയങ്ങൾ മേലെ ടെൻഷൻ എല്ലാം മോശമൊന്നുമല്ല.
ചില കാര്യങ്ങൾക്ക് ചെറിയ ടെൻഷനൊക്കെ വേണം. ഉത്തരവാദിത്വം, കാര്യബോധമൊക്കെ ഉള്ളവരിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായി വരും. അത് പ്രകൃതി കൊടുത്തിരിക്കുന്ന തന്നെ. ആ ടെൻഷൻ തന്നെയായിരിക്കും ആ ടെൻഷൻ കുറയ്ക്കാനുള്ള മാർഗത്തെ അവർക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ മോശമല്ല, പക്ഷേ അനാവശ്യ കാര്യങ്ങളിൽ വേണ്ടിയിട്ട് ടെൻഷൻ എടുക്കാതിരിക്കുകയും നല്ലതായിരിക്കും. 11ാമത്തെ കാര്യം ധനപരമായിട്ടുള്ള വഞ്ചനയാണ്. രേവതി നക്ഷത്രക്കാരടുത്ത് നമ്മൾ കുറേ നേരം സംസാരിക്കാമെങ്കിൽ, നമുക്ക് അടുത്ത് പരിചയമുള്ളൊരു രേവതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അയാളോട്ട് സംസാരിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇയാൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ധനപരമായിട്ടുള്ളൊരു വഞ്ചന നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിൽ നിന്നായിരിക്കാം. ഇവർ വിശ്വസിച്ച് ഒരു സഹായം ചെയ്യാൻ പോയിട്ട്, ധനപരമായിട്ടുള്ള സഹായമായിരിക്കും, ഇവരെ അപ്പാടെ ചതിച്ച് കളഞ്ഞ ചില ചരിത്രങ്ങൾ ചിലപ്പോൾ ഇവർക്കുണ്ടായി വരും. അങ്ങനെ പലയിടത്തു നിന്നായിട്ട് കുറേ കാശൊക്കെ കിട്ടാനുള്ളവരായിരിക്കും രേവതി നക്ഷത്രക്കാർ. ഇവരുടെ കയ്യിൽ ചിലപ്പം കാശ് ഉണ്ടാവില്ല, പക്ഷെ അവരുടെ പുറത്ത് കൊടുത്തേക്കുന്ന കാശ് ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ, ഇവർക്ക് ഉണ്ടാകുന്ന ചെറിയ കടത്തേക്കാളും വലുതായിരിക്കും അവർക്ക് പുറത്തുനിന്ന് കിട്ടാനുള്ള കാശ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രേവതി നക്ഷത്രക്കാരുണ്ട്. നിങ്ങൾ രേവതി നക്ഷത്രക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ധനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രത വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചതിവ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. 11ാമത്തെ കാര്യം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധക്കുറവെന്നുള്ളതാണ്. നമ്മൾ മുന്നേ പറഞ്ഞ് ഇവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊക്കെ ഉണ്ടാവുന്നു. ഈ ടെൻഷൻ ഉണ്ടാവുന്ന വ്യക്തികൾ ആ ടെൻഷനെ ലഘൂകരിക്കാനുള്ള മാർഗങ്ങളും ചെയ്യണ്ടേ. പലപ്പോഴും രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവും. തനിക്ക് ആരോഗ്യമുണ്ടോ, ആ പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവർ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു പരിശോധനയൊക്കെ നടത്തി തനിക്ക് ആ വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിന് ഇന്ന മെഡിസിൻ കഴിക്കാം, ഇത് ഇപ്പോഴേ ഇങ്ങനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറിക്കിട്ടും എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. ഇത്തരം പരിശോധനകൾക്ക് ബഹുഭൂരിപക്ഷം പേര് മുഖം തിരിക്കാറുണ്ട്. കാര്യം ഒരു ഉൾഭയം ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്തായാലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയായിരിക്കും. തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. കൃത്യമായ ആരോഗ്യ പരിപാലനത്തിന് ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾ നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കതിനെ മുന്നേ കൂട്ടി കണ്ടറിഞ്ഞ് അതിനുള്ള ചെറിയ തോതിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ പറ്റും. മറ്റതൊന്നും മിണ്ടാതെ നടന്ന അവസാനം വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്നാവും. കണ്ടിട്ടില്ലേ, വണ്ടിയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചിലരാണെങ്കിൽ അപ്പോഴേ വർക്ക്ഷോപ്പിൽ കയറ്റി അതിനെന്താ പ്രശ്നം എന്നുള്ള മരുന്ന്, അതിനെന്താ പ്രശ്നം എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെറിയ തോതിലുള്ള ഒരു തുകയൊക്കെ ആവും എങ്കിൽ അവർ ചെയ്യും. പക്ഷെ ചിലരങ്ങനെയല്ല, വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അതിൻ്റെ ഓയിൽ ലീക്ക് ചെയ്താൽ എന്ത് ചെയ്താലും ഒന്നും ഉണ്ടാവില്ല. അവസാനം വഴിയിൽ വണ്ടി കടന്നു പോകുമ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റും, അതൊന്നിനും കൊള്ളില്ല എന്ന് പറയും, ചിലപ്പോൾ മറച്ചു വയ്ക്കാൻ പറയും. അങ്ങനെയൊക്കെ ആ വണ്ടി നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഇതുണ്ടാകരുത്. ആരോഗ്യകാര്യത്തിൽ കൃത്യമായ പരിപാലനത്വം വേണം. നമ്മുടെ ലൈഫിനെ പൂർണ്ണമായിട്ട് ജീവിച്ച് തീർക്കണമെങ്കിൽ രേവതി നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വച്ചേ പറ്റൂ. 12ാമത്തെ കാര്യം തമാശ പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനുള്ള കഴിവ്. രേവതി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ തമാശ പറയാനും എത്ര രൂക്ഷമായ അന്തരീക്ഷത്തിലും എപ്പോഴും സൗഹൃദപരമായിട്ടുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. കാര്യം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു തമാശ പറയുന്നത്, തമാശ ആസ്വദിക്കുന്നതായിട്ടുള്ള ഒരു മനോഭാവമുണ്ട്. പലപ്പോഴും വലിയ പ്രയാസങ്ങൾ നിരാശയിലൊക്കെ പെട്ടിരിക്കുന്നവരടുത്ത് ഇവർ നന്നായിട്ട് സംസാരിച്ച് അവരുടെ വലിയ വലിയ വിഷയങ്ങളെ പോലും ലളിതമാക്കി മാറ്റി തമാശ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്തരം വ്യക്തികളെ ജീവിതത്തിൻ്റെ നർമ്മപരമായിട്ടുള്ള പ്രത്യാശപരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലേക്കൊക്കെ കൈപിടിച്ച് കൊണ്ടുവരാറുണ്ട്. രേവതി നക്ഷത്രക്കാരുടെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയാണിത്. 13ാമത്തെ കാര്യം കാര്യങ്ങൾ പ്രവചിക്കാനുള്ള കഴിവെന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാരെ അസ്ട്രോളജറൊന്നും ആവണ്ട ഒരു കാര്യം പ്രവചിക്കാൻ വേണ്ടിയിട്ട്. ഇവർ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു നിഗമനം നടത്തിയാൽ പലപ്പോഴും അത് അങ്ങനെ തന്നെ ആയി വരാറുണ്ട്. ഇവരുടെ അനുഭവ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു വിഷയത്തിന്മേൽ ഇവർ നടത്തുന്ന ചില വീക്ഷണങ്ങളൊക്കെയാണ് ഇവർക്ക് ഇത്രയും കൃത്യമായ തോതിൽ ഒരു കാര്യം ഇങ്ങനെ വരും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയാൻ കാരണം. ഇവരുടെ ഈ ദീർഘവീക്ഷണം എന്ന് പറയുന്ന കാര്യം കൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന പല ആപത്തുകളെയും പ്രതിസന്ധികളെയും ഇവർക്ക് തട്ടിമാറ്റാൻ പറ്റും. അതും ഗുണപ്രദമാണ്. പിന്നെ ഇവർക്കൊരു ഈശ്വരാധീനമുണ്ട്. ഇവർ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ സത്യമായി ഭവിക്കാനുള്ള ഒരു കാരണവും അതാണ്. 14ാമത്തെ കാര്യം കഷ്ടപ്പാടിൽ നിന്ന് വിജയിച്ചു വരുന്നവർ എന്നുള്ളതാണ്.
രേവതി നക്ഷത്രക്കാരുടെ ബാല്യകാലത്തൊക്കെ കുറച്ച് ദുരിതപൂർണമായ നിസ്സഹായ അവസ്ഥയിലൂടെയൊക്കെ കടന്നു വരുന്ന പല വ്യക്തികളുണ്ടായിരിക്കും. കുട്ടിക്കാലത്ത് പലപ്പോഴും അവരാഗ്രഹിക്കുന്ന എല്ലാം കിട്ടിയെന്ന് വരില്ല. അവർ വളർന്ന് കുറച്ച് കാലം കഴിയും, ഒരു മധ്യവയസ്സ് എത്തുമ്പോഴാണ് അവരുടെ ലൈഫിൻ്റെ യഥാർത്ഥ കളറിനെ കുറിച്ച് തിരിച്ചറിയുന്നത്, യഥാർത്ഥ ഭംഗിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കഷ്ടപ്പാടിൻ്റെ യാതനയുടെ ഒരു കാലഘട്ടം ബാല്യകാലത്തുണ്ടെങ്കിലും ഇവർ പോസിറ്റീവ് മനോഭാവമുള്ളവരാകയാൽ അതിൽ അത്ര നിരാശയൊന്നും പെടാറില്ല. തങ്ങളുടെ വേദനകളെ പോലും പിൽക്കാലത്ത് ചിന്തിച്ച് പുഞ്ചിരിയോടുകൂടിയായിരിക്കും ഇവർ പറയുന്നത്. അന്ന് ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, അതൊക്കെ എൻ്റെ വളർച്ചയുടെ ഭാഗമായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്ന ആൾക്കാരും കൂടിയാണ് ഇവർ. എങ്കിലും ജീവിതത്തിൻ്റെ ഈ കഠിനതകൾ തന്നെയായിരിക്കും അവർക്ക് പിൽക്കാലത്ത് നല്ല വിജയങ്ങളെ സമ്മാനിക്കാറുണ്ട്. ചില തിരിച്ചടികൾ നേരിട്ടാൽ പോലും അതിനെല്ലാം തരണം ചെയ്തിട്ട് നല്ല വഴിയിലേക്ക് എത്തിച്ചേരാനും ഇവർക്കിത് കാരണമായി തീരാറുണ്ട്. അപ്പോൾ രേവതി നക്ഷത്രക്കാരെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ വീഡിയോയുടെ സമയദൈർഘ്യമാണ് നമ്മുടെ മുന്നിലുള്ള വില്ലൻ. അപ്പോൾ എന്തായാലും തൽക്കാലമാണ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയോ നമുക്ക് ചർച്ച ചെയ്യാം. വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ചെന്ന് ആ ചാനൽ ജോയിൻ ചെയ്യാം. ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ നടക്കുന്ന ചില പൂജാ പദ്ധതികളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഹിന്ദു വിഷൻ ചാനൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടാൽ മതി. ഒരു മാസത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തരും. പിന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം എഴുതിയെടുത്ത് എന്നെ ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. ഞാൻ കുറേ പൂജാ തിരക്കുകളും മറ്റുമായിട്ട് നിൽക്കുമ്പോൾ ഞാനത് എടുക്കില്ല. അഡ്മിനാണ് ഈ നമ്പർ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ പേര്, സ്ഥലം ഇവ വാട്സപ്പിലൂടെ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ അഡ്മിൻ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ അയ്യർ.